എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നല്ല നാട്ടുമാമ്പഴം കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാമ്പഴം അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം. ബാക്കി നമുക്ക് കളയാതെ വരട്ടി വെക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല മധുരവും പാകത്തിന് പുളിയൊക്കെ ഉള്ള മാമ്പഴമാണ്. അത് നമുക്ക് എങ്ങനെ കേടാകാതെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. മാമ്പഴം എല്ലാം കഴുകിയെടുത്തു. അധികം മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കളയാതെ നമുക്ക് വീണ്ടും അത് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വരട്ടി വെക്കാം. മാമ്പഴത്തിൻ്റെ ഞെട്ടി കളഞ്ഞതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വരട്ടി വെക്കാം. ഈ തൊലിയും കളയണ്ട കേട്ടോ. ഇതിൻ്റെ ദശയെല്ലാം നമുക്ക് കഴുകി എടുക്കാം. മാമ്പഴം എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇതിൻ്റെ ദശയെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിരുമ്മിയെടുത്ത നല്ല മാമ്പഴച്ചാറ് കിട്ടിയിരിക്കുന്നു. കണ്ടോ? ഇതും കൂടെ നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ശർക്കര ചേർത്ത് വരട്ടി വെക്കാം. ഞാനിന്നിവിടെ മാമ്പഴ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മാമ്പഴം എല്ലാം വരട്ടി വയ്ക്കും. പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിലെടുത്ത് കറി ഉണ്ടാക്കാം. ഇനി മാമ്പഴം എല്ലാം ഒരു കുക്കറിലിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് തൊലി തിരുമ്മിയെടുത്ത ആ മാമ്പഴച്ചാറ് കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. മാമ്പഴത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അങ്ങനെ വേവിച്ചെടുക്കാം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്തത്. 2 സ്റ്റീം കേൾപ്പിച്ചാൽ മതി. 2 വിസിൽ കേട്ട് കഴിഞ്ഞു. തുറന്ന് നോക്കാം. മാമ്പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു കടായിലേക്ക് മാറ്റിയിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായി തിളച്ച് വറ്റട്ടെ. വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര നല്ലൊരു പ്രിസർവേറ്റീവാണ്. ഇനി ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയും കൂടെ ചേർത്ത് നന്നായി വറ്റിച്ച് വരട്ടിയെടുക്കാം. അധികം ജോലിയൊന്നുമില്ല. അതുപോലെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാമ്പഴം എടുത്ത് കറി ഉണ്ടാക്കാം. 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. ഏത് മാമ്പഴം വെച്ചും ഇതുപോലെ ഉണ്ടാക്കാം. ഇത് നല്ല നാടൻ മാമ്പഴമാണ്. 10-12 എണ്ണം ഉണ്ട്. മാമ്പഴമൊക്കെ ഉള്ള കാലത്ത് അതുപോലെ ചക്കയൊക്കെ നമ്മൾ വരട്ടി വെക്കുന്നത് പോലെ മാമ്പഴവും വരട്ടി വെക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. നെയ്യും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് വരട്ടി വെക്കുമ്പോൾ അത് 1 വർഷം വരെ കേടാകാതിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഓഫ് ചെയ്യാം. നന്നായി വറ്റി വന്നു. ഓഫ് ചെയ്യാം. ചൂടാറാൻ പാകത്തിന് ഒന്ന് മൂടി വെക്കാം. ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കിത് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഇതുപോലെ മാമ്പഴ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മാമ്പഴക്കാലം കഴിഞ്ഞാലും 1 വർഷം വരെ കേടാകാതെ ഈ മാമ്പഴം വരട്ടിയതിരിക്കും. മാമ്പഴക്കാലം കഴിഞ്ഞാലും നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാം. മാമ്പഴം പാഴാക്കുകയും വേണ്ട. പണിയും ലാഭമാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ഇതുപോലെ മാമ്പഴ പച്ചടിയൊക്കെ ഉണ്ടാക്കാം. ഏത് മാമ്പഴം വെച്ച് ഇതുപോലെ തന്നെ നമുക്കുണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ കറി ഉണ്ടാക്കാം. ശർക്കരയൊക്കെ ചേർത്ത് പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അവിടെ ഇരിക്കട്ടെ. കുറച്ച് നമുക്ക് ഇപ്പോൾ തന്നെ പച്ചടിയും ഉണ്ടാക്കാം. 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, കടുക് ഇത്തിരി കൂടുതൽ വേണം. 2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരച്ച് മാമ്പഴത്തിലേക്ക് ചേർക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി അരപ്പിടുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പെട്ടെന്ന് തേങ്ങയും കടുകും ജീരകവും ഒക്കെ അരച്ചൊരു കറി ഉണ്ടാക്കാം.
ഈ അരപ്പും കൂടെ ചേർത്തൊന്ന് തിളച്ച് വന്നാൽ മതി. നല്ലൊരു മാമ്പഴ പച്ചടി റെഡിയാക്കും. കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു. ബൗള് കഴുകി അല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നു. ഉപ്പൊക്കെ നോക്കി അല്പം ഉപ്പ് കൂടെ വേണം. ഉപ്പും ചേർത്ത് കൊടുത്തു. നല്ല കുറുകിയ ചാറോട് കൂടിയ മാമ്പഴ പച്ചടി ഇവിടെ റെഡിയായി. മാമ്പഴ പച്ചടിക്ക് അധികം ചാറൊന്നും ഉണ്ടാവില്ല, അതുപോലെ കുറുകിയിരിക്കും. ഇനി ഇതിലേക്ക് നന്നായി കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ കടുകൊക്കെ അരച്ച് ശർക്കരയുടെ മധുരവും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, മാമ്പഴ പച്ചടി റെഡിയായിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ മാമ്പഴ പച്ചടി ഉണ്ടാക്കാനുള്ള മാമ്പഴവും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ മാമ്പഴമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.